ഹായ് ഹലോ വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ഈസി ഈവനിങ് സ്നാക്ക് റെസിപ്പിയാണ് കേട്ടോ. നമുക്ക് എല്ലാവർക്കും അറിയാൻ പറ്റുന്നില്ല ഒരു പഴംപൊരിൻ്റെ റെസിപ്പിയാണ്. അപ്പം ഞാൻ ഇങ്ങനെ ഉണ്ടാക്കുന്നതാണ് കേട്ടോ കാണിച്ചു തന്നിട്ടുള്ളത്. അപ്പം ഇതേപോലെ ആരും ആക്കുന്നില്ലെങ്കിൽ ഉണ്ടാക്കി നോക്കുക കേട്ടോ. അപ്പോൾ വീഡിയോ കാണുമ്പോൾ ഒന്ന് ഇഷ്ടമാവുമെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബും കൂടി ചെയ്യാം. അപ്പോൾ ഇതാ ഞാൻ അതിന് വേണ്ടിയിട്ട് 2 പഴം എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് നന്നായിട്ട് പഴുത്ത പഴമാണ്. പിന്നെ പഴം എടുക്കുമ്പോൾ എപ്പോഴും നന്നായിട്ട് പഴുത്തിട്ടുള്ള പഴം തന്നെ എടുക്കുക. ഓവറായിട്ട് പഴുത്ത പഴം എടുക്കാൻ പാടില്ല, അതുപോലെ തന്നെ തീരെ പഴുക്കാത്തതും എടുക്കാൻ പാടില്ല. ഒരു മീഡിയം സൈസായിട്ട് പഴുത്ത പഴം തന്നെ എടുക്കുക കേട്ടോ. അങ്ങനെ ഇതാ ഞാൻ പഴത്തിൻ്റെ തോലിയെല്ലാം കളഞ്ഞിട്ട് ഇതേപോലെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പം കട്ട് ചെയ്തെടുക്കുമ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ 2 പീസാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കാം. ഞാനിത് മുതുമനായിട്ട് തന്നെ ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പം കട്ട് ചെയ്തെടുക്കുന്ന സമയത്ത് ഇതാ മുഴുവനായിട്ട് നല്ല കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഓവർ തിന്നും ആക്കണ്ട, നന്ന കട്ടിയും ആക്കണ്ട കേട്ടോ. ആ ഒരു മീഡിയം സൈസിൽ ഇത് മൊത്തത്തിൽ കട്ട് ചെയ്തെടുക്കാം. ഇനി അതവിടെ മാറ്റി വെച്ചിട്ട് നമുക്കൊരു ബാറ്ററി തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് ഇതാ ഞാൻ കുറച്ചധികം മൈദ എടുത്തിട്ടുണ്ട്. മൈദൻ്റെ അളവിൽ നിങ്ങൾക്ക് എത്രത്തോളം വേണം ആ ഒരു അളവിൽ എടുത്താൽ മതി കേട്ടോ. അതിലേക്ക് ഇതാ ആവശ്യത്തിന് ഒരു മുട്ടയും കൂടി ചേർക്കുന്നുണ്ട്. മുട്ട വേണമെങ്കിൽ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം കേട്ടോ. പിന്നെ ഇതാ ഇതിലേക്ക് ഞാൻ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ പഞ്ചസാര നമ്മുടെ ആ മധുരത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഞാനൊരു 2-3 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതാ ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. കൈ വെച്ചിട്ട് തന്നെ മിക്സ് ചെയ്യാൻ പറ്റുമെങ്കിൽ അങ്ങനെ മിക്സ് ചെയ്യുക, അല്ലെങ്കിൽ ഇതേപോലെ സ്പൂണോ ഫോർക്കോ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി കേട്ടോ. അപ്പം ഈ സ്റ്റെപ്പെല്ലാം എല്ലാവർക്കും അറിയാമായിരിക്കും. അറിയാത്തവരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ വീഡിയോ എടുക്കുന്നത്. ഇനി ഇതാ നന്നായിട്ട് കട്ടകളൊന്നും ഇല്ലാണ്ട് ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഇതാ ഞാൻ ഇതേപോലെ ഈ ഒരു അളവിൽ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട് കേട്ടോ. അത് വീഡിയോയിൽ കാണാണ്ട് പോയതാണ്. അതുകൊണ്ട് ഞാൻ ആ ഒരു അളവിലാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ അടുത്ത് കളർ ഉണ്ടെങ്കിൽ അത് ചേർത്താലും മതി. എന്നിട്ട് ഇതാ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ ഞാൻ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതാ ഞാൻ ഇതിലേക്ക് കുറച്ച് കറുത്ത എള്ളുണ്ടല്ലോ അതും കൂടി ചേർക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. ചേർത്തെങ്കിൽ ഒരു കാണാനുള്ള ഒരു ഭംഗിക്ക് വേണ്ടി മാത്രം കേട്ടോ. അതും കൂടി ചേർത്തിട്ട് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. ഇനി ഇതാ ഒരു തവ വെച്ചിട്ടുണ്ട്. നന്നായിട്ട് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഓയിൽ ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ വെളിച്ചെണ്ണൻ്റെ ഫ്ലേവർ ഇഷ്ടമാണെങ്കിൽ വെളിച്ചെണ്ണ യൂസ് ചെയ്യുക, അല്ലെങ്കിൽ സൺഫ്ലവർ ഏത് ഓയിലും യൂസ് ചെയ്യുക കേട്ടോ. ഞാൻ സാദാ ഓയിലാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അങ്ങനെ ഇതാ അത് നന്നായിട്ട് ചൂടായി വരുമ്പോൾ നമ്മുടെ ഓരോരോ പഴം എടുത്തിട്ട് ബാറ്ററിൽ മുക്കിയിട്ട് ഇതേപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ സമയത്ത് ഇതാ എണ്ണ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഈ സമയത്താണ് കേട്ടോ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുള്ളത്. ഇനി പെട്ടെന്ന് കരിഞ്ഞു പോകുന്നുണ്ടെങ്കിൽ ഫ്ലെയിം ഒന്ന് മീഡിയം ഫ്ലെയിമിൽ ആക്കി വെച്ചാൽ മതി കേട്ടോ. അങ്ങനെ ഇതാ ഒരു സൈഡ് നന്നായിട്ട് ഒന്ന് ഗോൾഡൻ ബ്രൗൺ കളറായി വരുന്ന സമയത്ത് തിരിച്ചിട്ട് കൊടുക്കാം. പിന്നെ വെച്ചാൽ നിങ്ങൾക്ക് ഈ പഴംപൊരി നല്ല ക്രിസ്പി ആയിട്ടാണ് വേണമെങ്കിൽ നിങ്ങൾ മുട്ട സ്കിപ്പ് ചെയ്യുക കേട്ടോ. മുട്ട ഉപയോഗിച്ചാൽ നല്ല ഇതേപോലെ സോഫ്റ്റ് ആയിട്ട് കിട്ടും. അഥവാ മുട്ട സ്കിപ്പ് ചെയ്താൽ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും. അതെല്ലാം നിങ്ങൾ ഇഷ്ടം പോലെ ചേർത്ത് കൊടുക്കുക കേട്ടോ. അങ്ങനെ ഇതാ 2 സൈഡും നല്ല ഒരു കളറായി വരുന്ന സമയത്ത് ഇത് കോരിയെടുക്കുക കേട്ടോ. എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. ഇതുപോലെ ഒരു ടിഷ്യൂലെല്ലാം വെച്ച് കൊടുത്താൽ പെട്ടെന്ന് തന്നെ എണ്ണ കുടിക്കും. അപ്പം അത് ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. അങ്ങനെ ഇതാ ഞാൻ മുഴുവനും അതേപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. അങ്ങനെ ഇതാ ഫൈനലി നമ്മുടെ പഴം ഞാൻ മൊത്തത്തിൽ പൊരിച്ചെടുത്തിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്ക് നല്ല ക്രിസ്പി ആയിട്ടുള്ള പഴംപൊരിയാണ് വേണ്ടെങ്കിൽ നിങ്ങൾ എന്തായിട്ടും മുട്ട സ്കിപ്പ് ചെയ്യണം കേട്ടോ. മുട്ട ചേർക്കാണ്ട് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം ഇട്ടിട്ട് ചെയ്ത് നോക്കിയാൽ മതി. അപ്പം നല്ല ക്രിസ്പി ആയിട്ടുള്ള പഴംപൊരി കിട്ടും കേട്ടോ. അപ്പം ഇത്രയേ ഉള്ളൂ. എൻ്റെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാവുമെങ്കിൽ എന്തായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യാം കേട്ടോ. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും വരാം. ബൈ.